നിങ്ങൾ അധികം ഒച്ചയുണ്ടാക്കിയാൽ ഞാൻ വർത്താനം വേഗം നിർത്തും കേട്ടോ. ഇവിടെ കാണേണ്ട ഒരു കാര്യം, 2021 LDF തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ചിലയിടങ്ങളിൽ ആശുപത്രിയുണ്ട്, സ്കൂളുകളുണ്ട്, പൊതുകാര്യങ്ങൾ ഒരുപാട്, വായനശാലകൾ, വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങൾ, നാടിൻ്റെ പൊതുവായ കാര്യങ്ങൾ, ആരാധനാലയങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇതെല്ലാം ക്രമരഹിതമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ക്രമമാക്കി, മാത്രമല്ല അത് ക്രമമാക്കിക്കൊണ്ട് ഭൂമി തരം മാറ്റി കൊടുത്തു. ഇതാണ് ചട്ടത്തിൽ ഭേദഗതി വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു ഫീസും സർക്കാർ ഈടാക്കേണ്ടതില്ല എന്നും കണ്ടു ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ശാശ്വത പരിഹാരം ആയി എന്നതിൽ ഇടുക്കിയിലുള്ള ജനങ്ങളാകെ നല്ല രീതിയിൽ കാര്യങ്ങൾ എടുത്തിരിക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്തിനാണ് LDF എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെയാണ് LDF എന്ന് മറുപടി ജനങ്ങൾ തന്നെ പറയുന്ന സ്ഥിതിയാണ്. നമ്മുടെ നിങ്ങൾ അധികം ഒച്ചയുണ്ടാക്കിയാൽ ഞാൻ വർത്താനം വേഗം നിർത്തും കേട്ടോ. ഇവിടെ കാണേണ്ട ഒരു കാര്യം, 2021 LDF തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അങ്ങനെ തുടർ ഭരണം സമ്മാനിച്ചതിൻ്റെ ഭാഗമായി എന്താണ് കേരളത്തിന് ലഭിച്ചത്, അതും നാം ഒന്ന് കണ്ടുപോകേണ്ടതായിട്ടുണ്ട്. വിവിധ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ 2021 തുടർ ഭരണം ജനങ്ങൾക്ക് സമ്മാനിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വൻതോതിൽ ഉയർന്നു വന്നു. അതിനിടയാക്കിയത് 2021 നമ്മുടെ തുടർഭരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ 1 നാം നടത്തിയ പ്രഖ്യാപനമാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിരിക്കുന്നു. ലോകം ആശ്ചര്യത്തോടെയാണ് കേട്ടത്. ഇന്ത്യയിലൊരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകാനും, ഇതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ഇന്ത്യ എന്നത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് എങ്ങനെ അതിദാരിദ്ര്യമുക്തമായൊരു സംസ്ഥാനമാകും? ഇതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യമുക്ത നില വന്നത്? 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ കുടുംബങ്ങൾ. ഒരു ദിവസം പെട്ടെന്നവർ അതിദാരിദ്ര്യമുക്തമായി ഇന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. 64,006 കുടുംബങ്ങളെയും ഓരോ കുടുംബമായി എടുത്തു. ആ കുടുംബത്തിൻ്റെ അതിദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്താനുള്ള ക്ലേശഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവ പരിഹരിക്കുന്ന നടപടികളിലേക്ക് നീങ്ങി. അങ്ങനെ ഓരോന്നായി അതിദാരിദ്ര്യമുക്തമായി. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് നവംബർ 1 പ്രഖ്യാപനം നടത്തിയത്.